അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, 7 ഡേ മുസ്ലിം ലൈഫ് ഹാബിറ്റ്സിൻ്റെ പുതിയ സീരീസായ 6ാമത്തെ ഹാബിറ്റായ സ്വതക്ക, അതായത് ദാനം ചെയ്യൽ എന്ന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ ചില ശീലങ്ങളാണ് ഞാൻ ഈ വീഡിയോയായിട്ട് ചെയ്തിട്ടുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും ഉയർച്ചയിലും ഉന്നതിയിലും എത്തിക്കാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ചില ശീലങ്ങൾ. ആ മഹത്തായ ശീലങ്ങളിൽപ്പെട്ട വളരെ മനോഹരമായൊരു ശീലമാണ് സ്വതക്ക, ദാനം നൽകുക എന്ന് പറയുന്നത്. ദാനം ചെയ്യൽ വളരെ പ്രബലമായ സുന്നത്താകുന്നു. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം, അഥവാ രഹസ്യമായി അയാളിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അയാൾക്ക് ഞാൻ എത്ര കൊടുത്തു, ഒരു നന്ദിയും കാണിച്ചില്ല എന്നുപോലും പിന്നീട് പറയരുത്. പറഞ്ഞാൽ അയാൾ നന്ദി കാണിക്കാൻ കൊടുത്തതുപോലെയായി. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും വാങ്ങുന്ന വ്യക്തിയുടെ ദാരിദ്ര്യമോചനവും കരുതിയായിരിക്കണം സ്വതക്ക ചെയ്യുന്നത്. അങ്ങനെ ചെലവഴിച്ചാൽ അർശിൻ്റെ നിഴലിൽ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാൾ 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ദാനം ആപത്തുകളെ തടയും, റബ്ബിൻ്റെ കോപത്തെ തടുക്കും. പരസ്യമാക്കുന്നതിലൂടെ നല്ല മാതൃക നിയത്താക്കാവുന്നതാണ്. സ്വതക്കയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുഞ്ചിരി പോലും സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാകാൻ നമുക്ക് കഴിഞ്ഞതാണ്. അൽഹംദുലില്ലാ. അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത്, നമ്മുടെ കൈ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത്, നമ്മുടെ നാവ് കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത്, അതായത് റബ്ബ് നമുക്ക് തന്ന് എന്തുകൊണ്ടും സ്വതക്ക വർദ്ധിപ്പിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മറ്റുള്ളവരെ സഹായിക്കൽ, ഭക്ഷണം വേണ്ടവർക്ക് അത് നൽകൽ, വെള്ളം വേണ്ടവർക്ക് അത് നൽകൽ, റബ്ബിനെ ഓർക്കൽ, മുസ്ലിം സഹോദരങ്ങളോട് പുഞ്ചിരിക്കൽ, നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മോശമായ കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യൽ, മറ്റുള്ളവർക്ക് നല്ല പാത, നല്ല ശീലങ്ങൾ കാണിച്ചു കൊടുക്കൽ, വഴിയിൽ കണ്ട മുള്ളോ മറ്റോ എടുത്തു കളയൽ, പ്രായമായവരെ സഹായിക്കൽ, മരം നട്ടുപിടിപ്പിക്കൽ, അതായത് എന്താണോ മറ്റൊരാൾക്ക് വേണ്ടത് അത് നൽകലാണ് സ്വതക്ക. അതും മനസ്സിൽ റബ്ബിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അറിയാത്തൊരു കാര്യം പഠിപ്പിക്കുന്നത് പോലും സ്വതക്കയാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും അവർക്ക് താമസിക്കാൻ ഒരിടം കൊടുക്കുന്നതും ജാരിയായ സ്വതക്കയാണ്. സ്വതക്ക ചെയ്യാൻ കരുതിയാൽ നല്ല ദിവസങ്ങളോ സമയമോ കാത്തിരിക്കാതെ വേഗത്തിൽ നൽകലാണ് നല്ലത്. പുതിയ വസ്ത്രം കിട്ടിയാൽ പഴയത് സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. ഏത് കുറ്റം ചെയ്താലും ഉടനെ സ്വതക്ക സുന്നത്തുണ്ട്. സ്വതക്ക ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സുന്നത്താണ്. സ്വതക്ക കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വലത് കൈ കൊണ്ട് കൊടുക്കണം, വാങ്ങിയ ആളിൽ നിന്നും പ്രാർത്ഥന പ്രതീക്ഷിക്കാതിരിക്കണം. അഥവാ അത് കൈപ്പറ്റിയവർ പ്രാർത്ഥിച്ചാൽ അവന് വേണ്ടി തിരിച്ചും പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വതക്ക നൽകിയത് വാങ്ങിയവൻ്റെ ഉടമസ്ഥതയിലായി. അത് പിന്നെ തിരിച്ചു വാങ്ങൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഓരോ ദിവസവും 1 രൂപയെങ്കിലും സ്വതക്ക നൽകാൻ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സ്വതക്ക വർദ്ധിപ്പിച്ചാൽ, റബ്ബ് നമുക്ക് തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം, ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം, നാളെ മഹ്ശറിൽ അർശിൻ്റെ തണൽ, റബ്ബിൻ്റെ സ്നേഹവും പ്രീതിയും, ആപത്തുകളിൽ നിന്നും രക്ഷ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ആത്മീയമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, ഹൃദയം മൃദുവാകുന്നു, അതായത് സോഫ്റ്റ് ആകുന്നു. എപ്പോഴും മറ്റുള്ളവരെ സഹാനുഭൂതിയോടെ നോക്കാൻ മനസ്സ് തയ്യാറാകുന്നു. 2, അഹങ്കാരം കുറയുന്നു. തിന്മകൾ ചെയ്യാനുള്ള മനസ്സ് നമ്മൾ അനുവദിക്കുന്നില്ല. 3, ആത്മസംതൃപ്തി ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ പറയൂ, എനിക്കും നിങ്ങൾക്കും സ്വതക്ക വർദ്ധിപ്പിച്ചൂടെ? നമ്മളിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി റബ്ബ് വർദ്ധിപ്പിച്ചു തരും, ഉറപ്പ്. നമ്മൾക്ക് എന്താണോ പ്രിയപ്പെട്ടത് അതിൽ നിന്ന് അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനും സ്വതക്ക വർദ്ധിപ്പിക്കാനും അതിൽ നമ്മൾ ഉൾപ്പെടുത്താനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. മുസ്ലിം ലൈഫ് ഹാബിറ്റ്സിൻ്റെ ഓരോ ഹാബിറ്റ്സും നമുക്ക് ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.